ഗൈസ്, ഞാൻ ഇന്ന് വീണ്ടും പുതിയൊരു വീഡിയോവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി സീറം ക്രീമാണ്. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഇവരുടെ ആദ്യമൊക്കെ ഇവർ ഫെയർനെസ് ക്രീം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇത് മാർക്കറ്റ് ചെയ്തിരുന്നത്. ഇപ്പം പക്ഷേ അത് ഗ്ലോ ക്രീമായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരുന്നു ഇവരുടേത്. ഇപ്പോൾ കുറച്ചുകൂടെ സീറമായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം സ്ക്രീനിൽ. പ്രൈസ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3 ടൈംസ് പവർ ഓഫ് വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ സി സിറമിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമെന്നാണ്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കാം. അതിന് മുമ്പ് ചാനൽ പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിലുള്ള ഈസി ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. ഒരു ഗ്ലാസ് ജാറിലാണ് എനിക്ക് വാങ്ങിക്കാൻ കിട്ടിയത്. നല്ലൊരു പിങ്ക് കളർ ആയിരുന്നു ഈ ക്രീമിന്. നല്ല ടെക്സ്ചറാണ്. ഇത് കുറച്ചുകൂടെ ഓയിലി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഫേസ് വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നി. ഞാനിതിൽ നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നൈറ്റ് ക്രീം എൻ്റെ കയ്യിലില്ല. അതിനെക്കുറിച്ച് റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്ലോറൽ ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു. ലൈറ്റായിട്ടുള്ള ഫ്ലോറൽ ഫ്രേഗ്രൻസ് ആണ്. അത്ര ഓവർ പവറിങ് ഒന്നുമല്ല. കറക്റ്റ് ഒരു ബോട്ടിൽ യൂസ് ചെയ്തു. അന്വേഷണം ആ ബോട്ടിൽ ത്രോ ചെയ്തു. പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. അത് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് വലിയ ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. അവർ പറയുന്ന പോലെ എൻ്റെ ഈ വൈറ്റമിൻ സി നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. എൻ്റെ ഡാർക്ക് സ്പോട്ട്സിലൊന്നും അത് വലിയ കാര്യമായിട്ടുള്ള ഇഫക്റ്റ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഒട്ടും എനിക്കങ്ങ് ബ്ലെൻഡബിൾ ആയിട്ട് തോന്നിയില്ല. എൻ്റെ സ്കിൻ കോമ്പിനേഷനാണ്, എന്നിട്ട് പോലും എനിക്ക് ഒട്ടും ബ്ലെൻഡബിൾ ആയിട്ട് തോന്നിയില്ല. അതുപോലെ മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം അവിടെ പാച്ച് ഇവിടെ പാച്ച്. അതുകൊണ്ട് എനിക്ക് ഈ ക്രീം യൂസ് ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ പറയണ്ട, മേക്കപ്പ് യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ വെച്ചാൽ ഒട്ടും പറ്റില്ല. അത്രയ്ക്ക് അങ്ങ് പാച്ചി ആയിരുന്നു. പോൺസ് ഒക്കെ പണ്ടെന്ന് വെച്ചാൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈപ്പ് അന്ന് നമുക്ക് അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സും അറിയില്ല. അപ്പോൾ പോൺസ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫേസ് വാഷ്, ഇതിൻ്റെ ഈ വൈറ്റ് ബ്യൂട്ടി എന്നുണ്ടായിരുന്നു അതിൻ്റെ പേര്. ഫേസ് വാഷ്, അതിൻ്റെ ക്രീം, പിന്നെ പോൺസിൻ്റെ സൺസ്ക്രീൻ, ഒരു ഹൈ ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ പോൺസ്. ഇപ്പോൾ അവർക്ക് എന്ത് പറ്റിയെന്നാണ് എനിക്ക് അറിഞ്ഞത്. ഇപ്പോൾ പക്ഷേ കുറേ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊണ്ട് വരുന്നുണ്ട് അവർ. അതെനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ ഒത്തിട്ടില്ല. എന്താ പറയണ്ടേ, ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. ഈവൻ സിറം ക്രീമാണെന്ന് പറഞ്ഞാൽ പോലും അപ്ലൈ ചെയ്ത് തരുമ്പോൾ ഇച്ചിരി പാടാണ് അബ്സോർബ് ആവാനേ. ഒരുമാതിരി പുട്ടി അടിച്ച പോലൊക്കെ ഇരിക്കും. അഡീഷണൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇതിൽ പോൺസിൻ്റെ നമ്മുടെ ബ്ലൂ ഒരു ജെൽ ക്രീമില്ലേ, അത് സൂപ്പറാണ് കേട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് സൂപ്പർ ക്രീമാണ്. അതിനിപ്പോൾ കുറേ വേരിയൻസ് ഇറങ്ങിയിട്ടുണ്ട്. സാലിസിലിക് ആസിഡോ വൈറ്റമിൻ സി അങ്ങനെ പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നോർമൽ ബേസിക് പ്രോഡക്റ്റ് ഇല്ലേ അത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അത് സൂപ്പറാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇച്ചിരി ഇരുണ്ടിരിക്കുന്ന ഒരു ചെറിയ സ്കിൻ ടോൺ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല കാസ്റ്റ് തോന്നും കേട്ടോ. വൈറ്റ് കാസ്റ്റോ അല്ല, പിങ്ക് കാസ്റ്റ് തന്നെ തോന്നും. കാരണം ഇത് അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോൺ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഫേസ് നല്ല ഹെവി ആയിട്ട് തോന്നി ഫേസിൽ. എൻ്റെ ഫേസിൽ അങ്ങനെ ഹെവി ക്രീംസ് എന്ത് അപ്ലൈ ചെയ്താലും വേഗം തന്നെ എന്തോ പറയണ്ടേ, സ്വെറ്റ് ചെയ്ത് ഒഴുകി കുളിച്ച് അങ്ങനത്തെ പരിപാടിയുള്ള എൻ്റെ സ്കിന്നിന് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ക്രീം. മേ ബി അതുകൊണ്ടായിരിക്കും എൻ്റെ സ്കിന്നുമായിട്ട് അത്ര ചേർച്ചയിലല്ല ഈ പോൺസിൻ്റെ ക്രീം പോയത്. കാര്യം അതിലോ കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് യൂസ് ചെയ്ത് ചെറിയ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഇഫക്റ്റ് ഉണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഒന്നുമല്ല, പക്ഷേ സ്കിൻ ടോണിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. ഡേ ക്രീമുള്ള SPF വളരെ ലോ ആണ്. നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഈ ഒരു ക്രീം മാത്രം ഇട്ടിട്ട് സൺലൈറ്റിൽ പോകാൻ പറ്റില്ല. നിങ്ങൾ ഈ പോൺസിൻ്റെ ബ്രൈറ്റ് ബ്യൂട്ടി എന്ന് പറഞ്ഞുള്ള ഡേ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ മേ ബി വർക്ക് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാമല്ലോ. എന്തായാലും മേ ബി എൻ്റെ സ്കിന്നിന് ചേരാത്തതായിരിക്കാം. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ഇനി അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുമ്പോൾ ചോദിച്ചില്ല, വാങ്ങിക്കില്ല. എൻ്റെ ലാസ്റ്റ് പർച്ചേസ് ആണ് ബ്രൈറ്റ് ബ്യൂട്ടിയുടെ. മേ ബി ഇനി അവർ ഫോർമുലേഷൻസ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു PR കിട്ടുകയോ ഒക്കെ ആണെങ്കിൽ ഞാൻ ഓഫ് കോഴ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് റിവ്യൂ പറയുന്നതായിരിക്കും. എന്തായാലും ആസ് ഓഫ് നൗ ഞാനിത് വാങ്ങിക്കില്ല ഇനി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.